ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇറാനുമായി അടുത്തു നിൽക്കുന്ന രാജ്യങ്ങളെയും മറ്റു കമ്പനികൾക്കും മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് വഴി സാമ്പത്തികമായി പോലും ഇറാനെ പിടിച്ചു കുലുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ട്രംപിന്റെ മുന്നിലുള്ളത്. ഇറാനുമായി ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ ഇറാന്റെ ബന്ധം ആരോപിച്ചുകൊണ്ട് തന്നെ ചില കമ്പനികൾക്കും വ്യക്തികൾക്കും മേൽ ഉപരോധം ചുമത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. അതായത് 2 വ്യക്തികൾ, 15 കമ്പനികൾ, 14 കപ്പലുകൾ എന്നിവയ്ക്കാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന് വേണ്ടി ഇന്ധനക്കടത്ത് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനിടെ പടക്കപ്പൽ വ്യൂഹത്തിലെ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ തന്നെ കപ്പലുകളും പോർ വിമാനങ്ങളും അവിടെ ഒന്നിച്ച് നീങ്ങുന്ന ദൃശ്യങ്ങളടക്കം ചിലർ അവിടെ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോർവിളികൾ നടത്തുകയാണ് ചെയ്യുന്നത്. ട്രംപ് ആകട്ടെ ഇറാനെ ഇപ്പോൾ തന്നെ ആക്രമിക്കും എന്ന ഒരു മനോനിലയിൽ തന്നെ, അല്ലെങ്കിൽ ആ മനോനില തെറ്റിയ അവസ്ഥയിലാണ് ട്രംപ് നിൽക്കുന്നത്. എന്നാൽ ഇത്രയും നാളും പറഞ്ഞതുപോലെ ട്രംപ് ആകട്ടെ ഇറാന് മേൽ യാതൊരുവിധ ആക്രമണവും നടത്താൻ യാതൊരുവിധ മുൻകൈയും എടുത്തിട്ടില്ല എന്നതും മറ്റൊരു ചിത്രമായി തന്നെ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ ഇത്തരത്തിൽ ട്രംപ് ആകട്ടെ ഇറാനു മേൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇറാനെ ഒന്നിനും വിടില്ല, അല്ലെങ്കിൽ തങ്ങളെ പിടിച്ചുകെട്ടുമെന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമൈനി ആകട്ടെ ട്രംപിന് നേരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നതും വളരെ അടുത്ത് ശ്രദ്ധേയമായി പറയേണ്ട കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി, അല്ലെങ്കിൽ ഒരു ആഹ്വാനമുണ്ടായാൽ, ഒരു യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ടായാൽ ട്രംപ് കൂടുതലായി തന്നെ പ്രതിരോധത്തിലാകുമെന്നതും വലിയൊരു വസ്തുതയായി തന്നെ എടുത്തു പറയാം. കാരണം ഇറാനിൽ എപ്പോഴും പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ US പൗരന്മാർക്ക് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയത്. കാരണം സ്വന്തം പൗരന്മാരെ അവിടെ കൊല്ലാൻ ഇട്ടുകൊടുക്കുന്നത് പോലെയാണ് ട്രംപ് അവരുടെ അടുത്ത് പറയുന്നത്. തങ്ങൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം, കടൽ മാർഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം വഴി നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുക, ഒരിക്കലും അവിടുത്തെ തങ്ങൾ സഹായിക്കും, അല്ലെങ്കിൽ സർക്കാർ സഹായിക്കുമെന്ന ഒരു വാഗ്ദാനത്തിൽ അവിടെ ഉറച്ചു നിൽക്കരുത് എന്നതായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഇറാനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവിടെ ഉപരോധം ഏർപ്പെടുത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഹോർമൂസ് കടലിൽ ഇറാൻ തങ്ങളുടെ 40 അതിവേഗ ബോട്ടുകൾ വിന്യസിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ IRGCയെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. ചർച്ചകൾക്കിടയിലും അവിടെ മാനസികാധിപത്യം വ്യക്തമാക്കുന്നതായാണ് നീക്കങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവിടെ വലിയ രീതിയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആദ്യ ദിന ചർച്ച ഒമാനിൽ അവസാനിച്ചത്. അമേരിക്കയുമായി ചർച്ച പോസിറ്റീവ് എന്നതായിരുന്നു ഇറാന്റെ ആദ്യ പ്രതികരണം. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ധാരണയിൽ എത്താം എന്നതായിരുന്നു വ്യക്തമാക്കിയത്. ചർച്ചകൾ തുടരുമെന്നും ഇറാനിയൻ പ്രതിനിധികൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. രാജ്യ താൽപര്യം സംരക്ഷിച്ചുള്ള നിലപാടാണ് ഇറാന്റേത് എന്നതായിരുന്നു ചർച്ചകൾക്ക് മുൻപേ തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ട് നൽകിക്കൊണ്ടുള്ള ഒരു സംയമനത്തിന്, അല്ലെങ്കിൽ ആ ഒരു സമവാക്യത്തിലേക്ക് എത്താൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഏറെക്കാലത്തെ നയതന്ത്ര പ്രതിസന്ധികൾക്ക് ശേഷം നടന്ന ഈ കൂടിക്കാഴ്ചയെ അന്താരാഷ്ട്ര സമൂഹം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കണക്കാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.